ശ്രീ ശ്രീകുമാർ, ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പങ്കെടുക്കുന്നില്ല, ബഹിഷ്കരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ബഹിഷ്കരിക്കുകയാണെന്ന് പറയുന്നില്ല. അപ്പോൾ വിട്ടുനിൽക്കുന്നു, അത് കപട ഭക്തരുടെ പരിപാടിയാണ് എന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു. സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെ കോൺഗ്രസ് 2018 മാറി നിന്ന് നോക്കിയതുപോലെ ഇപ്പോഴും അതാണോ ഉദ്ദേശിക്കുന്നത്? അത് ഒരു നേട്ടം കൊണ്ടുവരും എന്ന ഉദ്ദേശത്തിലാണോ ഈ സമീപനം? നോക്കൂ ശ്രീമതി സ്മൃതി, അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയപ്പോൾ പ്രതിപക്ഷം 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന നടപടി ശരിയല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളൊക്കെ സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലവും മറ്റു പല വിഷയങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അത് തീർക്കാതെ സംഗമം നടത്തുന്നത് വഞ്ചനയാണെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. കോൺഗ്രസ് ഇതിൽ കാര്യം എന്ന് വെച്ചാൽ യഥാർത്ഥ മതേതര വിശ്വാസികൾ, യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ, ഇവരെന്നും കോൺഗ്രസ് ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം നടത്തിയത് കേരള ഗവൺമെൻറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ പാർട്ടി മുൻകൈയെടുത്ത് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി. അത് എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ല നടത്തിയത്, പമ്പയിലാണ് നടത്തിയത്. ആ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അയ്യപ്പ സംഗമം ഒരു വിജയമായിരുന്നു എന്ന തരത്തിൽ CPMൻ്റെ മുഖപ്രസംഗം ഒരു എഡിറ്റോറിയൽ എഴുതിയില്ല എന്നുള്ളതാണ്. ഒരു എഡിറ്റോറിയൽ എഴുതിയില്ല വിജയിച്ചോ എന്നുള്ളതിനെക്കുറിച്ച്. രണ്ടാമത്തെ കാര്യം, അവിടെ വിജയമോ പരാജയമോ എന്ന് ചോദിച്ചപ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് എനിക്ക് പലതും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഈ അയ്യപ്പ സംഗമം നടത്തിയ ശേഷം പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻറ്റും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത് അതിലത്തെ ആളുകളെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സംഗമം നടത്തിയിട്ട് അതിൻ്റെ ഫലത്തെക്കുറിച്ചല്ല ഇവർ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫലത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഫലമൊന്നും ഉണ്ടായിട്ടില്ല, സംസാരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആളുടെ എണ്ണം വെച്ച് കളിക്കുകയാണ്. ഇതല്ലല്ലോ അയ്യപ്പ സംഗമത്തിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൂടാതെയുള്ള മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഈ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പാർട്ടി നൽകുന്ന സൂചനയാണ്. എന്താണ് ആ സൂചന? അയ്യപ്പ സംഗമം നടക്കുന്നത് വരെ ചാനൽ ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുകയും അയ്യപ്പ സംഗമം നടന്ന ശേഷം അത് പരാജയമെന്ന ഒരു വിശേഷണവും വാർത്തയും വന്ന ശേഷം പാർട്ടി പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിടാതിരിക്കുകയും ചെയ്യുന്നു CPM. വിജയിച്ചിരുന്നുവെങ്കിൽ എന്തായാലും അവർ ചർച്ചയ്ക്ക് വിടുമായിരുന്നു. അപ്പോൾ പരാജയമാണെന്ന സൂചന പാർട്ടി നൽകുന്നു. പിന്നെ ഇന്ന് ഇവിടെ പന്തളത്ത് നടത്തിയത് ഒരു കൂട്ടർ പമ്പയിൽ നടത്തി, മറ്റു കൂട്ടർ പന്തളത്ത് നടത്തി. പമ്പയും പന്തളവും അയ്യപ്പന്മാർക്ക് വിശ്വാസമുള്ള കേന്ദ്രങ്ങളാണ്. പന്തളത്ത് നടത്തിയത് സംഘപരിവാർ വിശ്വാസമുള്ള ഒരു കൂട്ടരാണ്. അപ്പോൾ അവിടെ നടന്ന സംഗമത്തിൽ ആ സംഗമം നടത്തിയപ്പോഴാണ് ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ സംഗമത്തിന് ശേഷം. എന്താണ് ഇവർക്ക് മുൻകൂട്ടി നടത്താൻ ഇവർക്ക് തോന്നാതിരുന്നത്? എന്തുകൊണ്ടാണ്? പന്തളത്ത് ഇപ്പോൾ നടത്തിയവർക്ക് എന്തുകൊണ്ട് മുൻകൂട്ടി നടത്താൻ തോന്നിയില്ല? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരെങ്ങാനും വോട്ട് കൊണ്ടുപോകുമോ എന്ന ഭയമായിരിക്കും. അപ്പോൾ അത് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒറ്റ കാര്യം പറയാനുള്ളൂ. യഥാർത്ഥ അയ്യപ്പന്മാർ ഇത് രണ്ടും ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥ അയ്യപ്പന്മാരെന്ന് വെച്ചാൽ വൃശ്ചികം ധനുമാസമാകുമ്പോൾ അവർ വ്രതം നോട്ട് അവർ ശബരിമലയ്ക്ക് പോകും. അവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റിന് പറ്റിയാൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. ഇതാണ് എൻ്റെ കാര്യം. പക്ഷേ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നവരോട് ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ഈ പറഞ്ഞ സെക്യുലർ ഫാബ്രിക് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഈ വിഷയത്തിൽ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ തീവ്ര പ്രസംഗങ്ങൾ നടക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു പ്രതികരണം കണ്ടില്ല. ഇനി വരുമോ എന്നറിയില്ല. അതിൻ്റെ കാരണം അതിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം. ഇപ്പോൾ എല്ലാവരും പ്രസംഗം കേട്ടോണ്ടിരിക്കാവില്ല. അതിലൊക്കെ പ്രതികരണം വരെ സംശയമൊന്നും വേണ്ട. എന്താ സംശയം ആ കാര്യത്തിൽ? കാരണം ഒരു മതേതര പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ കേരളത്തിലുള്ളപ്പോൾ അതിലൊക്കെ പ്രതികരണം ഉണ്ടാവും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് പന്തളത്തും പമ്പയിലും നടത്തുന്നത് ഇപ്പോൾ കേരള ഗവൺമെൻറ് വേണമെങ്കിൽ കൊച്ചിയിൽ നടത്താമായിരുന്നല്ലോ. എല്ലാ ജില്ലകളിലും ഉള്ളവർക്ക് അവിടെ നിന്ന് പങ്കെടുക്കാമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. തൃശ്ശൂരും നടത്താമായിരുന്നു. അതൊന്നും നടത്തിയിൽ പമ്പയിൽ നടത്തി. അപ്പോൾ പമ്പയിൽ നടത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയം. പന്തളത്ത് നടത്തേണ്ട ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയം. രണ്ടു കൂട്ടരും തന്ത്രിയെ വിളിച്ചുകൊണ്ട് വന്നു. അത് പിണറായി വിജയൻ ആ തന്ത്രിയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ള കഴിഞ്ഞ ചർച്ച ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ CPMൻ്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ശ്രീമതി സ്മൃതി. കാരണം CPMൻ്റെ ഒരു മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം, അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി പ്രസ്താവിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു.
ഒരു മുഖ്യമന്ത്രി ഭക്തനാവണമെന്നില്ല ഭക്തരെ സംരക്ഷിക്കാൻ. കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രിമാരെ പേരെടുത്താൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി A.K. ആന്റണി അടക്കം വിശ്വാസിയായിരുന്നില്ല. അവരൊക്കെ ഭക്തന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട്, കൃത്യമായി കോടതി വിധികൾ നടപ്പാക്കിയിട്ടുണ്ട്. അവരൊന്നും ഭക്തരായിരുന്നില്ല. അപ്പോൾ ഭക്തനാണ് എന്ന് SNDP യോഗം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പറയാണ്. പാർട്ടി നയമാണ് കേട്ടോ പറഞ്ഞത്. ഒരു പാർട്ടി നേതാവിൻ്റെ നയം പറഞ്ഞത് SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് അവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് MA ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു പത്രലേഖകരെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണെന്നാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണത്തെ ഇവർ അംഗീകരിക്കുകയാണോ? വെള്ളാപ്പള്ളി പിണറായി വിജയനെ ഭക്തനായി നിരീക്ഷിച്ചത് പാർട്ടി അംഗീകരിക്കുകയാണോ? അല്ലെങ്കിൽ എന്താണ് പാർട്ടി ജനറൽ സെക്രട്ടറി പറയേണ്ടത്? ഞങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്, അദ്ദേഹം ഈശ്വര വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ തീരുമാനിക്കേണ്ടതല്ല എന്നല്ലേ പറയേണ്ടത്? അപ്പോൾ അവിടെ വെള്ളാപ്പള്ളി നടേശനെ പിണക്കാനും മടി. ഇങ്ങനെയുള്ള പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഇതുപോലെയൊക്കെ വിഷയങ്ങൾ വരും. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ സ്മൃതിയുടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാകുന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് ഒരു കാലത്തും ഇതുപോലെ ഒരു വിശ്വാസികളുടെ സംഗമം വിളിച്ചു കൂട്ടിയിട്ട് വോട്ട് കാലത്ത് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. 2019 കാര്യം ഞാൻ പലവട്ടം പറഞ്ഞുകൊണ്ട് ഉദാഹരിക്കുന്നില്ല. അന്ന് പത്തനംതിട്ടയാണെങ്കിലും ശരി, തിരുവനന്തപുരം ആണെങ്കിലും ശരി, ശബരിമല ആണെങ്കിലും ശരി, ഈ രണ്ട് കൂട്ടരും കാണിച്ചതിൻ്റെ ഒപ്പം കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമലയെക്കുറിച്ച് കോൺഗ്രസിന് പണ്ട് മുതലേ ഒരു മതേതര ചിന്തയുണ്ട്, ജനങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. ആ ചിന്തയും കാഴ്ചപ്പാടും കോൺഗ്രസ് എക്കാലവും അംഗീകരിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചെന്ന് കോൺഗ്രസ് പറഞ്ഞു. പത്തനംതിട്ട ഉൾപ്പെടെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നു. ഇവിടെ മറ്റൊരു വിഷയം കൂടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ CPM വളരെ തന്ത്രപരമായിട്ട് ഇന്നൊരു പിന്മാറ്റം നടത്തി. അത് സ്മൃതിക്ക് അറിയാവോ? എന്താണ് ആ പിന്മാറ്റം? ഈ 2 ദിവസം കഴിഞ്ഞിട്ടും ഇവർ 18 പേരെ നിയോഗിച്ചൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ഈ സമ്മേളനം വിജയിച്ചെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തി ചോദിക്കണ്ടേ, അല്ല പറയണ്ടേ എന്തൊക്കെയാണ് അതിലത്തെ ചർച്ചകൾ ഉണ്ടായത്? അല്ലെങ്കിൽ ആ ചർച്ചകളുടെ ഗതി എന്തായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെക്കുറിച്ച് പറയണ്ടേ? ചർച്ച മുഴുവൻ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിക്കുകയല്ലേ, പാർട്ടിയെ കേന്ദ്രീകരിക്കുകയല്ലേ? എന്നൊരു പാർട്ടി പറയുന്നത് ആളുകളുടെ കാര്യത്തെക്കുറിച്ച് ഇതൊരു തന്ത്രമാണ്. എന്താ തന്ത്രം? രീതിയില്ലല്ലോ. അങ്ങനെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയിലല്ലോ. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുമ്പോൾ പറയാം, അപ്പോൾ കേൾക്കാം, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവർ ഇതിൻ്റെ വിഷയം കൊണ്ടുവന്നാരാ സ്മൃതി? അയ്യപ്പ സംഘം എന്ന് വെച്ചാൽ ആഗോള അയ്യപ്പ സംഘം എന്നാണ് പറഞ്ഞത്. ഇത് ശബരിമലയുടെ പ്രസക്തി ലോകമെമ്പാടും വർദ്ധിപ്പിക്കാനെന്നാണ് അവർ പറഞ്ഞത്. ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ലോകപ്രശസ്തമായ വിജയം. അതെന്ത് വിജയം? അതെ, ലോകപ്രശസ്ത വിജയം. മാഷിക്ക് ദേഷ്യം വന്നപ്പോൾ ഒരു പദം അങ്ങ് പറഞ്ഞു, ലോകപ്രശസ്ത വിജയം. കാരണം മറ്റേ പത്രലേഖകരോട് ദേഷ്യം വന്നപ്പോൾ മാഷ ഒരു അരിശവും തമാശയും കലർന്ന ഒരു വിശ്ലേഷണം പറഞ്ഞു. അങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അയ്യപ്പൻ എന്ന് വെച്ചാൽ ആരാണ് ഈ നാട്ടിലെ? ഒരുപാട് വിശ്വാസികൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. അവിടെ പന്ത് തട്ടാനുള്ളതാണോ? അവരുടെ വിശ്വാസത്തെ പന്ത് തട്ടി കളിക്കാനുള്ളതാണോ? അവിടെ കോൺഗ്രസിന് കാഴ്ചക്കാരല്ല. കോൺഗ്രസ് അവിടെ കൃത്യമായിട്ട് ഉത്തരം പറയും, ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നാളെയും ഉത്തരം പറയും. അത് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള, ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമായിരിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.